என்ன சொல்ல ஏது சொல்ல നീ ആരാടി വലിയ ഉർവശി തടിയാ നിനക്ക് തോന്നിയതുപോലെ കേറി വരാൻ ഒന്നും മിണ്ടാതിരിക്കണം ഇനി ഇവിടെ കിടന്ന് കുറച്ചാലുണ്ടല്ലോ രണ്ടിനും ഞാൻ ചവിട്ടി പുറത്തോടും. She's 12 years old. മാത്രമല്ല she is a YouTube star, Facebook star. അടുത്ത റിമി ടോമി എന്നാ പറയുന്നത്. അയ്യോടാ ഊട്ടിയോ കൊടൈക്കനാലോ? ആ ട്രിപ്പല്ല, 5ാം വാർഡിൽ രോഗിക്ക് ട്രിപ്പ് ഇടുന്ന കാര്യ. So what do you want to tell അമ്മ? അമ്മയോട് ഇത്ര പറയാനുള്ള അമ്മ മിസ് ചെയ്യുന്നുണ്ടെന്നാ. Welcome to Eastern Katrumbu Kurthakeda Unlimited, co-powered by Sumix Kidswear. So, Shwetaji, welcome to the show. Yeah, the seat is waiting. So, നമുക്കിനി അലമ്പായി തുടങ്ങാം. മതി ഫോർമാറ്റ്. ഈസ്റ്റേൺ കട്രുംബ കുരുത്തക്കേട് അൺലിമിറ്റഡ് co-powered by Sumix Kidswear. ഇനി അടുത്തതായിട്ട് ഒരു സ്കിറ്റ് ആണ്. നമ്മൾ ഇത്രയും നാൾ കുറേ സ്കിറ്റുകൾ കണ്ടിട്ടുണ്ട്, കുറേ ഡബ് സ്മാഷ്, എല്ലാം കോമഡി ഒരു ലൈനിലാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ സ്കിറ്റ് ഒരു മെസ്സേജ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഒരു നല്ല മെസ്സേജ് ആണ്. ആൻഡ് ഒരു ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ സ്കിറ്റിൽ പ്രധാനമായിട്ട് വരുന്നത്. മാത്രമല്ല ബ്ലഡ് ഡൊണേഷൻ, അത് ഒരു ഭയങ്കര മെസ്സേജാണ്. അത് പ്രൊമോട്ട് ചെയ്യാനും കൂടിയുള്ളൊരു ചെറിയൊരു എഫേർട്ടാണ് നമ്മുടെ കട്ട്റൂമിലെ കുട്ടികളുടെ ഈ സ്കിറ്റ്. സോ ലെറ്റ്സ് വാച്ച് ആൻഡ് എൻജോയ്. നിങ്ങൾക്കൊന്നും ഇവിടെ പണിയില്ലേ? എന്റെ പൊന്നു ചേട്ടാ, ആ ഷുഗർ കൂടിയ രോഗിക്ക് അവസാനത്തെ ആഗ്രഹ നൃത്തം കാണണമെന്ന്. എടി നേഴ്സേ, ഷുഗർ കൂടിയ എന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് നിനക്കും അവനെ പോലെ ഷുഗർ ആവും. ദേ, നിങ്ങളുടെ വർത്താനം കേട്ട എനിക്ക് BP വരുന്നുണ്ട്. എടാ, ഷുഗർ പിടിച്ച് മരത്തലയാ. നിന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തതല്ലേ എന്റെ അറ്റൻഡറെ. എന്തായാലും ഇവിടെ ഉടുക്കത്തെ ബില്ല, അതൊക്കെ മുതലാക്കാനേ ഇതേ വഴിയുള്ളൂ. എന്താടാ നിന്റെ പേര്? കുട്ടപ്പൻ. എവിടെയാ വീട്? കട്ടപ്പന. കട്ടപ്പനയില് കുട്ടപ്പൻ എന്താ ജോലി? കൊട്ടപ്പാക്കിന്റെ പണിയാ. അപ്പൊ ജീവിതം എങ്ങനെയുണ്ട്? ആകെ കട്ട പുകയാ സാറേ. അധികം ഇവിടെ നിന്ന കട്ട പുകയാവും. എടോ അറ്റൻഡറെ, ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോ ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കണം. ഇന്ന് 2-3 പ്രസവമല്ലയാ. ആർക്ക്? പേഷ്യൻസിന്. പ്രസവിച്ചോ? ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. അതല്ല എന്റെ ഭാര്യ പ്രസവിച്ചോന്ന്. പ്രസവിച്ചാ വിളിക്കും. ആര്, ഭാര്യയോ? അല്ല, ഞങ്ങള്. ശ്രീജയുടെ ഭർത്താവ് ആരാ? ഞാനാ. ദാ ഈ ചീട്ടുകളെ മുഴുവൻ വാങ്ങണം, പെട്ടെന്ന് വേണം. നിങ്ങൾ പെട്ടെന്നുള്ളത് പെട്ടെന്നല്ലേ തരൂ. എനിക്ക് പ്രത്യക്ഷപ്പെടുത്താനൊന്നും പറ്റത്തില്ല. പോയി വാങ്ങി വരണം.
ഞാൻ എടുത്തു തരാം. ഇവിടെ ഡോക്ടർ ഇല്ലാത്ത സമയത്ത് എല്ലാ ജോലികളും ചെയ്യുന്ന അറ്റൻഡർ കുമാരനാ. നിന്റെ വയറ്റീന്ന് നിന്റെ വീട്ടിന്റെ ആധാരം വരെ ഞാൻ എടുത്തു തരാം. കാക്കുന്നേട്ടു. അയ്യോ ഭദ്രകാളി, നിന്നോടല്ല. രാവിലെ തിന്ന പുട്ടല്ലേ, അതെങ്ങനെ മനസ്സിലായി? എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാ വാ കഴുകാത്ത പോട്ടെ, ആ മുഖമെങ്കിലും തുടച്ചൂടെ? ആ കുനിഞ്ഞേക്ക്. ഒരു വേണോ വീണത്? അയ്യോ അതെന്റെ വായിൽ വീണതല്ല, പോക്കറ്റിൽ നിന്ന് വീണതാ. എന്നാ അത് എന്റെ പോക്കറ്റിൽ ഇരിക്കട്ടെ. എന്താണോ ഡോക്ടറെ 25 പൈസ വിഴുങ്ങിപ്പോയി. എടാ 25 പൈസയല്ലേ, അതിനൊരു മിഠായി പോലും കിട്ടത്തില്ല. 50 പൈസ ആയിരുന്നെങ്കിൽ ഒരു വിലയെങ്കിലും ഉണ്ടായിരുന്നു. എവിടെ പോകാം? അത് ഞാൻ വിഴുങ്ങിയിട്ട് വരാം. അപ്പൊ 50 പൈസ ആകുമല്ലോ. പോളാവിടുന്ന്. ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ. ഹലോ ഹലോ തോമസേ, എന്താ വാൽവ മാറ്റി വെച്ചോ? ആ ശരി ശരി, 500 രൂപ. എന്റെ പൊന്ന് ഡോക്ടർ സാറേ, അടുത്ത ഹോസ്പിറ്റലിൽ പോയി നോക്കണം. ഒരു വാൽവ് മാറ്റി വെക്കാൻ 5 ലക്ഷം രൂപ കൊടുക്കണം, അറിയാവോ? എടോ, ആ വാൽവിന്റെ കാര്യമല്ല പറഞ്ഞത്, എന്റെ കാറിന്റെ പെട്രോൾ വാൽവിന്റെ കാര്യ പറഞ്ഞത്. ഒന്ന് തൊട്ടേനെ നിന്നെ തൊട്ടേനെ, തൊട്ട് കണ്ണിൽ വെച്ച് കൂടെ പോന്നേനെ. മഴ നനഞ്ഞ നിലാവിനെ മെല്ലെ മകരമഞ്ഞു തലോടുന്ന പോലെ, ഒരു പാട്ടായി ഒരു കൂട്ടായി ഒരു കാറ്റായി കാതിൽ മുത്തവേ. സാറേ ട്രിപ്പിടണം. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ഊട്ടിയോ കൊടൈക്കനാലോ? ആ ട്രിപ്പല്ല, 5-ാം വാർഡിൽ രോഗിക്ക് ട്രിപ്പിടുന്ന കാര്യ. വെറുതെ ആശിപ്പിച്ചു. ആരാ രവീന്ദ്രൻ? ഞാനാ. എന്താ പ്രസവിച്ചോ? എടോ, തന്റെ ഭാര്യ പ്രസന്ന. താൻ ഇവിടുന്ന് മുങ്ങിയോന്നറിയാൻ വിളിക്കാൻ പറഞ്ഞതാ. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ തൂക്കിപ്പോയിടുന്നോൻ. എന്താ ചേട്ടാ ഇത്? ഗൾഫിൽ നിന്ന് വരുവാണോ? അയ്യോ, ഇവിടുത്തെ മരുന്ന് വാങ്ങി വരുവാണേ. ആ ചീട്ടിങ്ങിട് എല്ലാം ഉണ്ടല്ലോ. വേദനയ്ക്കുള്ള 3 ഗുളിക ഉണ്ട്. സെറഞ്ച് 4 ഉണ്ട്. അച്ചപ്പം ഉണ്ട്. ഫ്രോക്ക് പോക്ക എന്നാലും വാങ്ങി. 2 നൈറ്റി. പൂക്കളുള്ളത് 2 ഉണ്ട്. നോട്ട് ബുക്ക് 2, സ്കൂൾ ബാഗ് 1, വാട്ടർ ബോട്ടിലും ഉണ്ട്. ആ എല്ലാം എടുക്ക്. അല്ല സിസ്റ്ററെ, എനിക്കൊരു ഡൗട്ട്. ഈ മരുന്നും ടാബ്ലറ്റും ഒക്കെ ഓക്കെ, ഈ സ്കൂൾ ബാഗും നോട്ട് ബുക്കും ഒക്കെ എന്തിനാ? മരുന്നും നിന്റെ പെണ്ണുപിള്ളക്ക്, സ്കൂൾ ബാഗും നോട്ട് ബുക്കും ഒക്കെ ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക്. സിസ്റ്ററെ, എന്താണോ ജനിക്കുന്ന കുട്ടി ആണാണോന്നറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കുട്ടി വലുതാകുമ്പോ മീശയും താടി വരും, അപ്പ അങ്ങ് അറിയാം. ഹലോ, ഞാൻ ഹോസ്പിറ്റലാ. ഇല്ല, വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. രവീന്ദ്രൻ, എന്തോ നിങ്ങളുടെ ഭാര്യ ഇരട്ട പ്രസവിച്ചു. അയ്യോ, ഞാനിത് എങ്ങനെ സഹിക്കുക? അയ്യോ, എന്തിനാടോ കരയുന്നേ? എന്റെ ഭാര്യ ചിരട്ട പ്രസവിച്ചാ പിന്നെ കരയണ്ടേ? ചിരട്ട അല്ലടോ, ഇരട്ട. അതായിരുന്നു. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. ഡോക്ടറെ, മര്യാദയ്ക്ക് ഇത് ശരിയാക്കി തരുന്നതാ നല്ലത്. ഇന്ന് രണ്ടിലൊന്നും എനിക്ക് അറിയണം. എടാ, കുറെ നാളായല്ലോ താനോട് കലകളെന്ന് പറയുന്നേ. താൻ ഡോക്ടറെ വിളിക്കണോ? എടോ, ബഹളം വെക്കല്ലേ, ഇവിടെ രോഗികളുണ്ട്. ഇതൊന്നും ശരിയാക്കി താണോ? എന്താ ഡോക്ടറെ പ്രശ്നം? എടോ, ഇവൻ കണ്ണോപ്പറേഷന് വന്നതാ. ഓപ്പറേഷൻ കഴിഞ്ഞ് വെള്ളം തോരാൻ വേണ്ടി കണ്ണെടുത്ത് ജനലിന്റെ അടുത്ത് വെച്ചു. അപ്പൊ ഒരു കാക്ക വന്ന് ആ കണ്ണും കൊത്തി അങ്ങോട്ട് പോയി. എനിക്കുടനെ കണ്ണ് വേണം. ഡോ, കണ്ണിടയിൽ ഞങ്ങൾ വെച്ച് തരത്തില്ലേ? നിന്റെ കണ്ണ് ഞങ്ങൾക്ക് എന്തിനാടാ? പിന്നെ കാക്കക്ക് എന്തിനാ? കാക്കയ്ക്ക് തങ്കണ്ണ് പൊൻകണ്ണെന്നാണല്ലോ. പോയി വാടിക്കെടുക്ക്, ഞാൻ കിടക്കാം. എന്റെ മേലെ ഒരു കണ്ണുണ്ടായാ മതി. ഡോക്ടറെ, കുറെ നാളായി എന്റെ വയറ്റിലൊരു ശബ്ദം. എടോ, മെട്രോന്റെ പണി നടക്കുന്ന ശബ്ദം. വയറ്റിലല്ല, എന്റെ വയറ്റിലെ ശബ്ദം. ആ നോക്കട്ടെ. ഡോക്ടറെ, ഈ സൈഡിൽ നിന്ന് ശക്തമായ ഇടിയും ഈ സൈഡിൽ നിന്ന് ശക്തമായ മിന്നലും. കാറ്റുണ്ടാവാറുണ്ടോ? കടപ്പുറത്ത് പോയുണ്ടാവും. എടോ, ശരിക്കും എന്താ അസുഖം? രാവിലെ ആയാൽ വയറ്റിന്ന് എന്ന ശബ്ദം.
ആഹാ കൊള്ളാലോ. എന്താ ജാസിക് ഫിഫ്റ്റിന്റെ പാട്ടാ? ഇതിന്റെ പേരാണ് ട്രെയിൻ ഓഫ് മാനിയ. അപ്പൊ മലയാളത്തിലോ തീവണ്ടി ഓഫ് മാനിയ. ഹായ്, ഇപ്പൊ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്നാ ട്രെയിൻ സ്റ്റേഷൻ വിട്ട് പോയിട്ടുണ്ടാവും. നിന്റെ സുഖം മൂർച്ഛിച്ചിരിക്കുകയാണ്. മൂത്രത്തിന്റെ കളർ എന്താ? ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാ, ബ്ലാക്ക് ആൻഡ് വൈറ്റാ. എടോ, മഞ്ഞ പച്ച ചുമപ്പ് കളറുണ്ടോ? ഇതെന്നാ മഴവില്ലോ? ഓ എടാ, മൂത്രത്തിൽ പഞ്ചസാര ഉണ്ടോന്ന്. ചായ തന്നെ ഇട്ട് കുടിക്കാൻ പഞ്ചസാര ഇല്ല സാറേ. നിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. നീ ഒന്ന് ശ്വാസം പിടിച്ചേ. അത് പിടിക്കാൻ കിട്ടുമോ? എന്ത് ശ്വാസം? എടോ, മുകളിലോട്ട് എടുക്കാൻ ഇങ്ങനെ, എന്നിട്ട് വിട്ടോളൂ. എന്നാ പിന്നെ എടുക്കണായിരുന്നോ? അയ്യോ, നിന്നെ നോക്കി എന്റെ തലയ്ക്ക് സുഖാവും. സാറേ സാറേ, എന്താ സിസ്റ്ററെ? 5ാം വാർഡിലെ രോഗിക്ക് AB നെഗറ്റീവ് ബ്ലഡ് വേണം, കൃത്യക്കല്ല. എന്റെ സിസ്റ്ററെ, ഇവിടുത്തെ ബ്ലഡ് ബാഗിലുണ്ടല്ലോ. സാറേ, AB നെഗറ്റീവ് ബ്ലഡ് റയറാ, ഇവിടെ ഇല്ല. അതെ, ഈ പറഞ്ഞ AB നെഗറ്റീവാ എന്റെ ബ്ലഡ്. എന്നാ ചേട്ടന്റെ ബ്ലഡ് എടുക്കാം. അങ്ങനെ ബ്ലഡ് എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് തല കറങ്ങും. എടാ, നിന്റെ ബ്ലഡ് വേണ്ട, എന്റെ ബ്ലഡും AB നെഗറ്റീവാ, ഞാൻ കൊടുത്തോളാം. എന്റെ രക്തം കൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. സാർ ചെയ്യുന്ന ഒരു പുണ്യകർമ്മ. ഇങ്ങനെ ഒരു അവസരം വന്നാ ഞാനും എന്റെ രക്തം ദാനം ചെയ്യും. നിങ്ങളും നിങ്ങളുടെ രക്തം ദാനം ചെയ്യണേ. ഇതാ പറയുന്നത് രക്തദാനം മഹാദാനം. രക്തദാന കരലേ, രക്തദാന കരലേ. നല്ലൊരു മെസ്സേജ്, നല്ല ഗ്രേറ്റ് മെസ്സേജ്. സത്യം പറയാണ്, രക്തദാനം മഹാദാനം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഡോക്ടറായിട്ട് അഭിനയിച്ചതിന്? ഡോക്ടറിന് ഇഷ്ടമാണോ? ഡോക്ടേഴ്സൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഡോക്ടറിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? മറ്റേ ടെലസ്കോപ്പ് ഒക്കെ നോക്കുന്നത്. ടെലസ്കോപ്പ് ആണോ സെറ്റസ്കോപ്പ് ആണോ? ടെലസ്കോപ്പ്. ആ, കറക്റ്റ്. നീ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ടുണ്ടോ? അല്ല, കണ്ണിന് എന്താ പറ്റിയത് ശരിക്കും? കാക്ക കൊണ്ട് കൊത്തിക്ക്. കാക്ക കൊത്തിക്കൊണ്ട് പോയിരുന്നത്. കാക്കയ്ക്ക് ചോറ് കൊടുത്താൽ മതിയായിരുന്നല്ലോ. ആശിഷ്, എന്തോ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. അറ്റൻഡറിന്റെ ക്യാരക്ടർ? അറ്റൻഡർ ആണെങ്കിലും ഒരു ഉഴപ്പൻ. ഏത് നേരവും ഉഴപ്പി അഞ്ചാരടിച്ച്. അതെ, രക്തദാന സമയം വന്നപ്പോ ഒറ്റ ഉഴപ്പല്. മാത്രല്ല, ഇവിടെ ഒരു പ്രണയം നടന്നിട്ടുണ്ട്. അതെ, ഡോക്ടറിനെ പ്രണയിച്ച നേഴ്സ്. എന്താ അയ്യോടാ, പ്രണയിച്ചതിന്റെ ചിരിയാണത്? അതെ. അഭിനയിച്ചിട്ടൊന്നുമില്ല സത്യം. പിന്നെ അഭിനയിച്ചല്ലോ. അഭിനയിച്ചിട്ടല്ലേ? ശരിക്കും എന്താണ് ഈ പ്രണയം? എവിടെ ബോയ് ഫ്രണ്ട് എവിടെ ഇതില്? അപ്പൊ ഉണ്ട്. ഇതേ മതിയോ അത് വേറെ ആരെങ്കിലും ആയിരുന്നോ ഇഷ്ടം? അല്ല, ഏതെങ്കിലും മതി. ആരെങ്കിലും. അയ്യോ, സുബി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഓക്കെ. ഇനി വെരി നൈസ് മെസ്സേജ്. നമ്മുടെ മെസ്സേജ് ഇസ് വെരി ഒരു നല്ലൊരു മെസ്സേജ്. ഈ സ്കിറ്റില് നമ്മൾ പറയാൻ നോക്കുന്നത് രക്തദാനം കൊടുക്കണം. ആർക്കെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ബിക്കോസ് എനിക്കറിയാം ആസ് എ യുനോ, എൻ്റെ അച്ഛന് തീരെ സുഖമില്ലാത്ത സമയത്ത് ബ്ലഡ് ഡൊണേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഈസിയാണ് കേൾക്കാൻ, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഏറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും ദൈവികമായ ഒരു 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 ആക്ഷനാണ് നമ്മുടെ ജീവിതത്തിൽ. ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ ഇത്ര നമ്മുടെ കുഞ്ഞു കുട്ടികളാണ് ഈ മെസ്സേജ് തന്നത്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ബൈ, സീ യു. താങ്ക് യു. എന്തൊക്കെ അനാവശ്യവന്മാര് പറഞ്ഞത്? എന്താവശ്യം? ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. എടാ, നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടായിരിക്കാൻ? ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ. നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര പെർഫോമേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളെയും കാണുമ്പം ആക്ടേഴ്സിന്റെ പേര് വിളിച്ചിട്ടാണ്. അതായത് നമ്മുടെ ലാലേട്ടൻ വരുന്നു, മമ്മൂക്ക വരുന്നു, ഇന്നസെന്റ് വരുന്നു, മണിയൻ പിള്ള രാജു വരുന്നു. അങ്ങനെ എല്ലാവരുടെയും പേരുകൾ വെച്ചിട്ട് കുട്ടികളിനെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഡബ് സ്മാഷ് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യും. ബിക്കോസ് കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ശ്വേത ചേച്ചി, ഇത് കണ്ടേ പറ്റുള്ളൂ. മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന മൂവിയിലെ കേറി പോടി വിത്ത കാളി എന്ന് പറയുന്ന ആ സീൻ കണ്ടു നോക്കാം. നീ ആരാടി പുല്ലേ? വലിയ ഉർവശി നടിയാ, നിനക്ക് തോന്നിയതുപോലെ കേറി വരാൻ. നീ ഏത് കൊമ്പത്തെ നടിയാലും ശരി, അത് ഞങ്ങളുടെ എടുക്കണ്ട. അട്ടിക്കിന്റെ കാരണക്കുട്ടി പൊട്ടിച്ചാൽ എടുക്കട്ടെ. അല്ല പിന്നെ നമ്മൾ 10-20 പേര് ഇവിടെ ഒരുങ്ങിക്കെട്ടി കാത്തു നിൽക്കുക, അവൾ അവൾക്ക് തോന്നിയ പോലെ വരിക. അത് ഈ കമ്പനി അടക്കത്തില്ല, മനസ്സിലായി? ഓ, കരയുന്നോ?
ഈ കള്ളക്കണ്ണീരൊന്നുമല്ല, ശരിയായിട്ടുള്ള കണ്ണീര് ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇനി വരുന്നില്ല. വരുന്നില്ലേ? എങ്ങോട്ട് വരുന്നില്ലെന്ന്? ഈ നാടകത്തിൽ ഇനി അഭിനയിക്കുന്നില്ല. ഒറ്റ ചവിട്ടി അമ്മച്ചെന്നാലുണ്ടല്ലോ. എന്റെ സ്വഭാവം ഇവളുടെ അഹങ്കാരം തീർത്തിട്ട് മതി ഇനി നാടകം. നീ എന്തായി കാണിക്കണേ? രൂപ 1 2 അല്ല 10,000 നിന്റെ അമ്മ അഡ്വാൻസ് ആയിട്ട് എന്നെ കയ്യിലോട്ട് മേടിച്ചത്. അത് എണ്ണി തന്ന ഞങ്ങളാണെങ്കിൽ നിന്നെ നിലക്ക് നിർത്താൻ ഞാൻ കറിയാടി പിത്തക്കാടി. എടാ മതിയടാ, അവളെ നിലക്ക് നിർത്താനും വഴക്ക് പറയാനും ഈ ഞാനുണ്ട്. മത്താച്ചേട്ടാ ഇവള് മര്യാദക്ക് വണ്ടി കയറണം. നിനക്ക് പറഞ്ഞു പോട്ടെ, മോള് കരയണ്ട. ഇവന്മാര് രണ്ട് നാടകത്തിൽ പുതിയതല്ലേ, അതിന്റെ ഒരു പരിചയക്കേടാ ഈ ഉശിരും ചൂടും ഒക്കെ. ഈ വൈകി വരലും നാടകം മുടങ്ങലും ഒക്കെ നമ്മൾ എത്ര കണ്ടതാ. അതുകൊണ്ടല്ലേ ഈ മത്തായിച്ചേട്ടൻ മോളെന്നീന് പറഞ്ഞു. മത്തായിച്ച എന്തെങ്കിലും പറഞ്ഞത് എനിക്ക് വിഷമമില്ലായിരുന്നു. ഇത് ഇനി നാടകത്തിൽ അഭിനയിക്കാൻ പോകണ്ടെന്ന് വീട്ടിൽ നിന്ന് എല്ലാരും പറഞ്ഞിട്ടും അവരോടൊക്കെ വഴക്കുണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. എന്തൊക്കെ അനാവശ്യവന്മാര് പറഞ്ഞത്. എന്താവശ്യം? ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. എടാ നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടായിരിക്കാൻ. മോളെ, മോൾ ഇതൊന്നും കേട്ടില്ല എന്ന് വെച്ചാ മതി. കരയാണ്ട് ഒന്ന് വണ്ടി കയറി. ഇല്ല, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ. അയ്യേ, എന്താ ഇത്? ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? ദേ നോക്കി, വേണമെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പി ചോദിപ്പിക്കാം. പോരെ? മാപ്പി ചോദിക്കാൻ ഞങ്ങളെ പട്ടി വരും. ഒന്നും മിണ്ടാതിരിക്കണം പട്ടികളെ. ഇനിയും ഇവിടെ കിടന്ന് കുറച്ചാലുണ്ടല്ലോ രണ്ടിനും ഞാൻ ചവിട്ടി പുറത്തിടും. എടീ, എന്താ നീ കയറുണ്ടോ? അതോ നിനക്ക് വീട്ടിൽ പോണോ? എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കുക. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി. നാടകത്തിനുള്ള സമയമായി. മത്തായിച്ചേട്ടന്റെ ദേഷ്യം കണ്ടാ തോന്നൂല. ഞങ്ങളാണ് അവളെ സിനിമയിലോട്ട് വിളിച്ചോണ്ട് പോയത്. ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടൊന്നുമല്ല അവള് പോയത്. ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകും. പോകാൻ ഒരുങ്ങി തന്നെ വന്നത്. എങ്കിൽ നാറിപ്പോയനെ. ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് മത്തായിച്ചേട്ടൻ സമാധാനപ്പെടാ. സമാധാനപ്പെടാ. സിനിമ വേണ്ട, നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ ഇടവും വലവും നിന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പോ സമാധാനപ്പെടണേ? എടാ, ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളാവുന്ന ചീത്തയാണോ നിങ്ങളൊക്കെ പറഞ്ഞത് പട്ടികളെ? അല്ല, അതിപ്പോ ഞാൻ ഒരതിപ്പോ ഇല്ല. അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാനും ചീത്ത വിളിച്ചു. ഒന്നും വിളിച്ചില്ലേ? നീ അവളെ ഗദ്ദെന്ന് വിളിച്ചില്ലേ? പിത്തക്കാടിന്ന് വിളിച്ചില്ലേ? അത് ഞാൻ മാത്രമല്ല, മത്തായിച്ചേട്ടൻ വിളിച്ചില്ലേ? വിളിച്ചു, ഞാൻ വിളിച്ചു. എനിക്ക് അധികാരമുള്ളൂ, ഞാൻ വിളിച്ചു. കാരണവന്മാർക്ക് അടുപ്പിലും തുറന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്, അതാദ്യം മനസ്സിലാക്കി. മത്തായിച്ചേട്ടൻ അടുപ്പിൽ അലമാരിൽ എവിടാന്ന് വെച്ചാൽ തട്ടിക്കോ. അതേപോലെയാണോ നീ സ്റ്റേജ് വെച്ച് അവിടെ കരുണക്കുട്ടിക്കല്ലേ നീ അടിച്ചത്? അതൊക്കെ എന്റെ ആക്ടിംഗ് അല്ലേ? ആക്ടിങ്. അവക്ക് ടൈമിംഗ് ഇല്ലാത്ത എന്റെ കുഴപ്പമാണോ? നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ നിൽക്കണം. നമ്മൾ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന അടിയോളൂ. അപ്പൊ നീ മനഃപൂർവ്വം അടിച്ചല്ല. നിനക്ക് മനഃപൂർവ്വം തോന്നി. അതാണ് ആക്ടിംഗ്. നിനക്കില്ലാത്തത്. ചുമ്മാ അല്ലടാ. ഫസ്റ്റ് ഡേ 24 നാടകം ബുക്ക് ചെയ്തു. പിന്നെ കൂടെ അഭിനയിക്കുന്നവർ അണപ്പല്ലടിച്ചിളക്കിട്ടല്ലേ നാടകം ബുക്ക് ചെയ്യുന്നത്. വാഷ് പീസിന് അവളെ കട്ട ചോര തുപ്പിയത്. കട്ട ചോര. നന്നായി പോയി. നിന്റെ വൈഫൊന്നും അല്ലല്ലോ, പെങ്ങളൊന്നും അല്ലല്ലോ. ഇത്ര ദണ്ണം വരാൻ എനിക്കൊരു ദണ്ണമില്ല. അടുത്ത നാടകത്തിന് വേറെ നായിക ഉണ്ടായിക്കോണം. ഉണ്ടാക്കൂടാ. അവളെ ഈ ഭൂമിയിലെ അവസാനത്തെ നടിയൊന്നുമില്ലല്ലോ, വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ. മത്തായിച്ചേട്ട അവൾക്ക് വരെ 1000 എണ്ണത്തിന് ഞാൻ കൊണ്ടുവരും. 1000 എണ്ണത്തിന്. 1000 എണ്ണത്തിന് കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെലവിന് കൊടുക്കടാ. എടാ, ഒരെണ്ണത്തിന് കൊണ്ടുപോടാ. ഒരെണ്ണത്തിന് അവിടെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് കൊണ്ടുപോവാ. ശരി, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇനി ഒരു നായികയെ കണ്ടെത്തിയിട്ടല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമമില്ല. അപ്പൊ ഈ ജന്മത്തം വിശ്രമിക്കത്തൂല്ല. എടാ, നീ എവിടേക്ക് പോണേ? കണക്ക് നോക്കണ്ടേ? കണക്കൊക്കെ ഞാൻ നോക്കിയോളാ. നീ അവിടെ പോയി കിടന്നു പിത്തക്കാടി. പിത്തക്കാടി എന്താ? എന്താ നീ പറഞ്ഞേ? നീ എന്താ പറഞ്ഞ? എന്നെ പിത്തക്കാടി വിളിച്ചു? മത്തായിച്ചേട്ടല്ലേ എന്നെ വിളിച്ചത്? ഞാനാണ് വിളിച്ചത്. ആണോ? അപ്പൊ പിന്നെ എന്നെ വിളിച്ചതാരാ? തോന്നിയതാവും. ടെൻഷൻ എന്റെ സമനില തെറ്റിന്ന് തോന്നണേ. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. നാടകം തുടങ്ങാൻ ബെല്ലടിച്ചതല്ല. എഴുന്നേറ്റെ, മണി 8 അവന്റെ നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈയും കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവനെ വിളിച്ചൊന്ന് പറഞ്ഞേര്. കണ്ട അലവലായ നടികളെ ഒന്നും വിളിച്ചോണ്ട് വരരുത്. ഒടുക്കൻ നായകനാകാൻ എന്നെ കിട്ടത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിനക്ക് വേണ്ടി ഞാൻ സുസ്മിതാസ് എന്നെ കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, ഐശ്വര്യ റായ് മതിയോ? ഒരൊണക്ക ട്രൂപ്പിനെ പറ്റി എന്തെങ്കിലും ട്രൂപ്പിന്റെ അല്ല, ഒരൊണക്ക നായകനായ നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാ മതി. ഗോപാലകൃഷ്ണ, ഓടാ. മത്തായിച്ചേട്ടാ, ഒന്നിങ്ങോട്ട് നോക്കിയേ. ഒരു പെണ്ണുണ്ട്, 5 അടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ദാ ഇത്രയും മുടിയുണ്ട്. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എടുത്തി മതിയോ? മതി, അത് മതി. ഇനി ഒന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ, അവളെ ഫിക്സ് ചെയ്തേ. എങ്കിൽ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത്. കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടും. ഇവനല്ലേ പോകുന്നത്. മിനിമം 3 എണ്ണത്തിനെങ്കിലും കിട്ടും.
ഒരെണ്ണത്തിനെ നാടകത്തിൽ എടുത്തിട്ട് ബാക്കി രണ്ടെണ്ണത്തിനെ മത്താച്ചാട്ട് എടുത്തു. ദേ ഈ ചൂടുള്ള കാപ്പിയെ മോത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഒരു കോമഡി പറഞ്ഞാൽ മതി. സൂപ്പർ. വാവ്. വൺസ് അഗൈൻ നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയായിട്ട് ബസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് തേജു ഹി സ്റ്റോൾ ദ ഷോ അല്ലേ? അസാധ്യം. സൂപ്പർ ആയിരുന്നു. ആൻഡ് ദർശിത് മുകേഷ് അടിപൊളിയായിരുന്നു. അടിപൊളി. മുകേഷ് ചേട്ടന് കറക്റ്റ് ആയിട്ട് ചെയ്തു. ആൻഡ് ഹൂസ് റോൾ ഡിഡ് യു പ്ലേ? സായിൻ കുമാർ അടിപൊളിയായിട്ട് ചെയ്തു. ഐ മീൻ എവ്രിബഡീസ് ടൈമിങ് അടിപൊളിയായിട്ടുള്ള ടൈമിങ്, ഓൺ ടൈം എല്ലാവരും പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് തേജു ആ ദേഷ്യം വന്നപ്പോ ഒരു പല്ല് കടിച്ചൊരു സീൻ ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് കാണിച്ചേ. അത് ഡയലോഗിലേ വരുള്ളൂ എന്നൊക്കെ. പക്ഷെ അത് ആരാ പഠിപ്പിച്ചത്? ഞാൻ നല്ല തന്നെ പഠിച്ചതാ. ദർശിത് എന്തിനാ ഒച്ച ഉണ്ടാക്കിയത്? ഇപ്പൊ അവൻ തനിയെ പഠിച്ചതാണെന്ന് അവൻ പറയുന്ന എനിക്ക് തോന്നുന്നു. എല്ലാ അവന്റെ അച്ചാച്ചനും അമ്മാമയും പഠിച്ചതാ, പഠിപ്പിച്ചത് അല്ല, ഞാൻ തരച്ചാൻ പഠിച്ചതാ. ഇപ്പൊ ഏതാ സത്യം ദൈവത്തിന് അറിയാം. എന്തായാലും രണ്ടും ഓക്കെ, ഫാമിലി തന്നെ. Yes. So Shweshiji, what do you have to say about this performance? എവ്രിബഡി എന്തൊരു ടൈമിംഗ് ആണ്. സി ഡബ് സ്മാഷ് എല്ലാം ചെയ്യാന്ന് പറഞ്ഞാല് സി ഒബ്വിയസ്ലി ഇത്ര വലിയ വലിയ ആക്ടേഴ്സ് ചെയ്തിട്ട് അത് നിങ്ങളിൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് റിയലി ഗുഡ്, കൂൾ ആയിട്ട്. പക്ഷെ തേജു, ഗോഡ് ബ്ലെസ് യു, സത്യം. And even Priyanka did a brilliant job, So no? പ്രിയങ്ക ഒബ്വിയസ്ലി പ്രിയങ്ക കരയുന്ന സീൻ മെയിൻ സൂത്രധാർ. പക്ഷെ തേജുവിന്റെ റോളായിരുന്നു ഇതില്. എന്തായാലും താങ്ക് യു സോ മച്ച്. Thank ബസ് you. എടുത്തിട്ട് ഒന്ന് ഓടിക്കോളൂ. ഓടിക്കാം. അതെ, ബസ് ഓടിക്കാൻ അറിയോ നിനക്ക്? ലൈസൻസ് ഉണ്ടോ? അത് കുഞ്ഞിലേ തൊട്ടുണ്ട്. കുഞ്ഞിലേ തൊട്ടുണ്ട്. ജനിച്ചപ്പോഴേ അവന് ലൈസൻസ് ഉണ്ട്. നാക്കിനുള്ള ലൈസൻസ് അല്ല, ബസ് ഓടിക്കാൻ. जब जोर जोर से अंगड़ाइयां लेती हूँ मैं जब जोर जोर से, वो आह की आवाज है आती हर ओर से। मैं तो चलूं इस कदर कि मच जाए गदर, होश वाले भी मदहोश आए नजर। मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से। मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से। फेविकॉल से मैं तो कब से हूँ रेडी तैयार, पटा ले सैया इस कॉल से। मेरे फोटो को सीने से चिपका ले सैया फेविकॉल से। आजा मेरे राजा तुझे जन्नत दिखाऊं मैं, बर्फीले पानी में फायर लगाऊं मैं। सारे इंडिया को तूने गुलाम किया रे। मैं तो तंदूरी मुर्गी हूँ यार, कंटका ले सैया अल्कोहल से। मेरे फोटो को सीने से चिपका ले सैया फेविकॉल से।
അമ്മ. അമ്മയോട് ഇത്ര പറയാനുള്ളൂ, അമ്മ മിസ് ചെയ്യുന്നുണ്ടെന്നാ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ. ഇനി ചാറ്റ് സെക്ഷൻ ആണ്. ചേച്ചി, ഈവൻ ദോ നമ്മുടെ കട്ടുറുമ്പില് 3 വയസ്സിനും 8 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളാണെങ്കിലും ചാറ്റ് സെക്ഷനിൽ നമ്മൾ എനി കിഡ് 11 വയസ്സാവട്ടെ 15 വയസ്സാവട്ടെ 12 വയസ്സ് അതെ. ഇപ്പൊ 15 വയസ്സുള്ള ലോക്ക് ചെയ്യാം നമുക്ക്. 12 വയസ്സ് വരെ അത് ഉറപ്പാണോ? ഉറപ്പാണ്. 15 വയസ്സുള്ള ഒരു കുട്ടി ഇപ്പം അറബിക്കടല് മറ്റേ സ്വിം ചെയ്ത് കഴിഞ്ഞാൽ 15 വയസ്സായതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോ സ്പെഷ്യൽ കൺസിഡറേഷൻ, പക്ഷെ ഇതുവരെയ്ക്കും നമ്മൾ 12 ആണ് ലോക്കിംഗ്. അപ്പൊ കറക്റ്റ് ഭാഗ്യം. ഇപ്പൊ വരാൻ പോകുന്ന കുട്ടിയുടെ പ്രായം എത്രയെന്നറിയോ? ഷീസ് 12 years old. യെസ്. മാത്രമല്ല ഷീ ഈസ് എ യൂട്യൂബ് സ്റ്റാർ, ഫേസ്ബുക്ക് സ്റ്റാർ. എന്താ പറയാ, പാട്ടൊക്കെ പാടി വീഡിയോസ് നമ്മൾ തമാശയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ പാട്ടുകൾ ഭയങ്കര ഹിറ്റ് ആവാറുണ്ട് അല്ലേ? അതേപോലെ ഹിറ്റ് സോങ്ങുകളും ഭയങ്കര പോപ്പുലർ ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് സ്റ്റാറിനെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് നിയ. ചേച്ചിയെ ശ്രദ്ധിച്ചാ? നീ ആദ്യം പാട്ട് കേട്ടോ, അപ്പൊ നീ എങ്ങനെ പാട്ട് പിന്നെ വിചാരിച്ച വേണ്ട നടന്നു അതല്ലേ സംഭവിച്ചത്? ആദ്യം ഡാൻസ് ചെയ്യണം വിചാരിച്ചു, പിന്നെ പാട്ട്. എന്താ ഇവിടെ പ്രശ്നം പറ്റിയത്? ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ സാധാരണ എല്ലാവരും ഡാൻസ് ചെയ്താണ് വരാറ്. അല്ല, ഞാൻ തെന്നി വീഴുന്നു. ശരിക്കും എന്റെ അവസ്ഥ ഇതാണ്. സ്ത്രീകൾക്ക് ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോ ലോങ് ഡ്രസ് ഇട്ടാ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ഇരുന്നോളൂ, പേടിക്കണ്ട. അപ്പൊ എന്തായാലും പേരെന്താണ്? നിയ. എന്റെ പേര് പേളി. നീയാന്നാണോ എന്നെ വിളിച്ചത്? അല്ലെ, നീയാ ഞാനാന്നൊക്കെ പറയില്ല, അതുപോലെ. ശരിക്കും ഈ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടോ പേരില്? ഉണ്ടാവാറുണ്ട്. എന്താ പറ്റാറ്? അത് ഒരു പ്രാവശ്യം ഞാൻ എന്റെ ഗ്രാൻഡ് മദറിന്റെ കൂടെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടത്തെ ഡോക്ടർ എന്നോട് ചോദിച്ചു മോളുടെ പേരെന്താന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നിയാന്ന് പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർ ഓർത്തു ഞാൻ ഡോക്ടറിനെ നിയാന്ന് വിളിച്ചതന്നെ, നിങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഡിസ്റെസ്പെക്റ്റോടെ നീയാ. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും ആരെയും വിളിക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ വിളിച്ചതല്ല, എന്റെ പേരാന്ന്. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, നിയ. ഇതൊരു യുണീക് നെയിം ആണ് അല്ലേ? സോ നിയ, യു ആർ ഹിയർ ഫോർ എ വെരി സ്പെഷ്യൽ റീസൺ. സാധാരണ ഇവിടെ കുഞ്ഞു കുഞ്ഞു വാവകളൊക്കെ ഇരിക്കാറ്. ഈ സീറ്റ് അതുകൊണ്ട് ഞങ്ങൾ കൊച്ചു പിള്ളേർക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ നീ ഇന്ന് കുറച്ച് ഒരു മുതിർന്ന കുട്ടിയാണ് ശരിക്കും ഇവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകളിൽ. സോ എന്തുകൊണ്ടാണ് നീയ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പ്രേക്ഷകരോട് പറയും. ആക്ച്വലി ഞാനാണെങ്കിൽ കുറേ ആൽബംസിലൊക്കെ പാടാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പാട്ടിട്ടു. അപ്പം അത് 2 ദിവസം കൊണ്ട് 2 lakh വ്യൂവേഴ്സ് ആയി. അപ്പം ഏത് പാട്ടായിരുന്നു അത്? കഹോന പ്യാർ ഹേ. ഓക്കെ. അപ്പം അത് വൈറലായി. അപ്പം അങ്ങനെ ഇപ്പം എല്ലാവരും കുറേ ചാനലിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പം എല്ലാവരും പറയുന്നു എന്താ റിമി ടോമിയെ പോലെ തന്നെ, കാരണം പാലാ കാഞ്ഞിരപ്പള്ളി അങ്ങനെ പറഞ്ഞു അടുത്ത റിമി ടോമി എന്നാ പറയുന്നത്. റിമി ചേച്ചിക്ക് അടുത്ത കോമ്പറ്റീഷൻ നീയ ഞാന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും 2 lakh വ്യൂസ്, 2 ലക്ഷം പേര് വിത്തിൻ 1 or 2 ഡേയ്സിൽ എല്ലാവരും കണ്ടു എന്നുള്ളതാണ്. അപ്പം ഈ പാട്ട് നമുക്ക് ലൈവായിട്ട് ഇന്ന് കട്ടുറുമ്പിൽ നിയ പാടാൻ പോവുകയാണ്. സോ നിയ.
फिर बोलो क्या होता मिलते नहीं हम तुम तो फिर बोलो क्या होता सच बोलो फिर अपना ख्वाब न पूरा होता कहता है मन अपना मिले दुनिया में याद बार है कहो ना प्यार है कहो ना प्यार है कहो ना प्यार है कहो ना प्यार है दिल मेरा हर बात ये सुनने को बेकरार है कहो ना प्यार है कहो ना प्यार है इन प्यारी बातों में अनजाना इकरार है कहो ना प्यार है कहो ना प्यार है तुमसे प्यार है कि तुमसे प्यार है कहो ना प्यार है कहो ना प्यार है कहो ना प्यार है कहो ना प्यार है थैंक यू നിയ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ നമുക്ക് നല്ലൊരു കൈഡി കൊടുക്കാം നല്ലൊരു കൈഡി പേളി ഏറ്റവും ജാസ്തി ഈ പാട്ട് ആസ്വദിച്ച ഒരേ ഒരാളാണ് ഇവിടെ. നമ്മളെല്ലാ ഉണ്ട്, പക്ഷെ ഒരാള് ഉറപ്പാണ്. അച്ഛൻ ആരാ ഇത് പഠിപ്പിച്ചത് ഒരു നല്ല യുനോ കാട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് ആരാണ് ഈ പാട്ട് പഠിക്കാൻ സജസ്റ്റ് ചെയ്ത് തന്നത് അത് അമ്മയാണ് ഇത് ഈ പാട്ട് പാടാമെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ തന്നതാ തന്നത് പിന്നെ ആരാണ് പഠിപ്പിച്ചു തന്നത് തന്നെയാ പഠിപ്പിച്ചൊന്നുമില്ല അച്ഛൻ എന്തെങ്കിലും സജഷൻ തന്നായിരുന്നോ പപ്പ ഇങ്ങനെ പാടും ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും അവിടെ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞു തരും അച്ഛൻ പാടും തോന്നുന്നു അച്ഛനെ കണ്ടിട്ടൊരു ഗായകന്റെ ലുക്ക് ഉണ്ട് അതെ അതെ ലുക്ക് മാത്രമേ ഉള്ളൂന്നോ ഒരു പാട്ട് പാടും ഇപ്പൊ മകൾ ഇത്രയും പാടണമെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അമ്മയാണ് പാടുന്നത് ഓ ആ അപ്പൊ അമ്മയും മോളും അപ്പൊ ഡെഫിനറ്റ്ലി അമ്മയുടെ ഒരു രണ്ട് വരി പാട്ട് അത് പപ്പായുടെ ചേട്ടന്റെ വൈഫാ ഓ ഓക്കെ അമ്മയല്ല ഓക്കെ ഓ അതാണ് അതാണ് നിങ്ങൾ പറയുന്നത് സോറി നമുക്ക് കുറേ അച്ഛനും പപ്പയുടെ ചേട്ടന്റെ വൈഫുമാണ് ഓക്കെ അമ്മ എവിടെയാണ് അമ്മ സൗദിയിൽ വാട്ട് ഇസ് ഷീ ഡൂയിങ് നേഴ്സ് ആണ് അപ്പം അമ്മയുടെ അടുത്ത് ഇപ്പൊ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ പറഞ്ഞു അമ്മയും അമ്മയുടെ ഫ്രണ്ട്സും അവിടെ എല്ലാരും കാണുന്നുണ്ടാവും സോ വാട്ട് യു വാണ്ട് ടു ടെൽ അമ്മ അമ്മയോട് ഇത്ര പറയാനുള്ള അമ്മ മിസ് ചെയ്യുന്നുണ്ടെന്നാ 10 months കൂടുമ്പം അമ്മ വരും ആണല്ലേ സോ ഹൗ ഡു യു ടോക്ക് ടു യുവർ മോം എല്ലാ ദിവസവും ഫോണിൽ സംസാരിക്കോ എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യും ഓക്കെ അപ്പൊ അമ്മ വരുമ്പോ കൊറേ സാധനങ്ങളായിട്ടല്ലേ വരിക ഡ്രസ്സ് അമ്മമാർക്ക് പിന്നെ ഡ്രസ്സിന്റെ സൈസ് ഒക്കെ കറക്റ്റ് അറിയും അല്ലേ അമ്മയായിരിക്കും ഈ ഡ്രസ്സ് ആരെ കൊണ്ടുവന്നത് അമ്മ സി അമ്മ ഉള്ളത് കൊണ്ടാണ് ഷി ഹാസ് സോ മച്ച് ആക്സസ് ടു അവിടുന്ന് സാധനങ്ങളൊക്കെ ബട്ട് സ്റ്റിൽ യു മസ്റ്റ് ബി മിസ്സിങ് പക്ഷെ അമ്മ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ വെൻ ഷീ സീസ് മോൾ ഇത്രയും പോപ്പുലറായി കട്ട്റൂമ്പിൽ വന്ന് പാട്ട് പാടി ആൻഡ് യാ വേറെന്താണ് മോൾക്ക് ആരാണ് ഈ സജഷൻ കൊടുത്തത് ഈ ഫേസ്ബുക്കില് അത് സത്യം പറഞ്ഞാൽ ഞാനൊരു ഒരു ഗാനമേള പോലെ ഞങ്ങളുടെ അവിടെ ഇഷേൽ സന്ധ്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം അതിനായിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചപ്പം ഞാൻ അവിടെ പാടാൻ പോയപ്പം കഹോന പേര് ഹേ പാടിയേ അപ്പം പിന്നെ വേറെ ഒരു ഇതുപോലെ എന്നെ വിളിച്ചപ്പം ഞാൻ ആ പാട്ട് തന്നെ പാടി അപ്പം അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചുമ്മാ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഇട്ടതാ ആരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇട്ടത് ഇൻ യുവർ ഫേസ്ബുക്ക് ഓക്കെ അങ്ങനെ അവിടുന്നാണ് വൈറലായിട്ട് അതൊരു വലിയൊരു ദാറ്റ്സ് വെരി ഗുഡ് സോ ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു നിയ വേറെ എന്തൊക്കെ ടാലൻസ് ആണ് നിയ വേറെ ഏതൊക്കെ പാട്ടുകളാണ് നിയയുടെ മാസ്റ്റർ ഡാൻസ് ഇഷ്ടാണോ ഡാൻസ് അങ്ങനെ കളിക്കാറില്ല ഇഷ്ടം പക്ഷെ കളിക്കാറില്ല ഷീ ലൈക്ക് സിംഗിങ് മോർ സോ വെസ്റ്റേൺ സോങ്സ് പാടാറുണ്ടോ ഇംഗ്ലീഷ് സോങ്സ് ഇംഗ്ലീഷ് ഞാൻ അത്ര സെർച്ച് ചെയ്യാറില്ല ഇല്ല മലയാളം ഡിവോഷണൽ സോങ്സ് കുറെ ആൽബത്തിൽ പാടിയിട്ടുണ്ട് മലയാളം ഏതെങ്കിലും നല്ല സോങ് എന്തെങ്കിലും യാ
സോ എന്തായാലും നമുക്ക് ഐ തിങ്ക് വൈൻഡ് അപ്പ്. Yeah. So thank you so much, Nia, for coming on our show. Katrumba is happy to have you on the show. താങ്ക് യു. പക്ഷേ എനിക്ക് തോന്നുന്നു ശ്വേത ചേച്ചി ഹാസ് സംതിങ് സ്പെഷ്യൽ. ശ്വേതാനി ഇങ്ങോട്ടല്ലായിരുന്നേ, ഞങ്ങൾ അങ്ങോട്ടാ തരാൻ പോകുന്നത്. ആ, നീയ ഒരു ഗിഫ്റ്റ് ശ്വേത ചേച്ചിക്ക് തരാൻ പോവാണെന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്. സോ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, സോ ആൻഡ് ഷീ ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ടുഡേ അല്ലേ? താങ്ക് യു. All right, so Eastern Katrumba Kurithakede Unlimited, co-powered by Sumix Kidswear. We had Nia. Nia, gifting konde povan pattathullu. Here it is. ഇത് എവിടുന്നാ വന്നെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, താങ്ക് യു. ഇനി ശ്വേത ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? Okay. അതോടെ നമുക്ക് എപ്പിസോഡ് വൈൻഡ് അപ്പ്. I request the father and aunt. ലാലി 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 ലീലോ, ലാലി 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 ലീലോ, മലരുളി മന്ദാര മലരേ മഞ്ചാടി മണിയേ ചന്ദ്രനും മഴകേ പുതുമലരേ പൊന്നാര മലരേ എന്നോമൽ കണിയേ എൻ കുഞ്ഞു മലരേ, ലാലി 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 ലീലോ, ലാലി 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 ലീലോ. അമ്മ കുരുവി ചൊല്ലുമോരായിരം കുഞ്ഞി കഥകളുടെ തേൻ കൂടിതായെന്നു മനം. ഒരു കുഞ്ഞുറുമ്പ് മഴ നനയവേ വെൺപിറാവ് കുട നീട്ടിയോ, ചിറകുമുറ്റ പൈങ്കിളി ചെറുകിളി കൂടാണു ഞാൻ, കടൽ കാറ്റേ വാ കുളിരേകാൻ. ലാലി 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 ലീലോ, ലാലി 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 ലീലോ. താങ്ക് യു. അയ്യോടാ. സോ ഈസ്റ്റേൺ കട്ട്റൂമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് നിയ. Thank you, Nia, for such a lovely surprise. Thank you. You're welcome. ഓക്കെ,